നിലയം എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുന്നു. എന്ത് പറയുന്നത് ചോദിച്ചപ്പോൾ ജോസഫ് പറഞ്ഞു എൻ്റെ സാക്ഷ്യവും കുറച്ച് വചനത്തിൽ നിന്ന് ഷെയർ ചെയ്യാൻ പറഞ്ഞു. എൻ്റെ സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ നിൽക്കുന്നതിന് ശരിക്കും പറഞ്ഞാൽ ദൈവത്തിന് കൃപയാണ്. അതാണ് എൻ്റെ സാക്ഷ്യം ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ. സാക്ഷ്യം പറയാൻ ഒത്തിരി സമയം എടുക്കുമെങ്കിലും ഞാൻ എൻ്റെ ലൈഫിലെ ഒരു ചെറിയൊരു ഇൻസ്റ്റൻസ്, എൻ്റെ ലൈഫിലെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഇൻസ്റ്റൻസ് മാത്രമേ ഞാൻ പറയാം. 2007 ഞാൻ +2 കഴിഞ്ഞ സമയത്താണ് എൻ്റെ പപ്പ മരിച്ചത്. അപ്പോൾ അത് എൻ്റെ ലൈഫിലൊരു, ഞങ്ങളുടെ ഫാമിലിയിൽ തന്നെ വല്ലാത്തൊരു ട്രാജഡി, ഞങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു സംഭവമായിരുന്നു. അപ്പോൾ അതിനുശേഷം കുറേ നാൾ ഞാൻ ആ ഒരു വിഷമത്തിൽ നിന്ന് റിക്കവർ ചെയ്യാനെന്നുള്ള പേരിൽ ഞാൻ എൻ്റേതായ വഴികളിൽ, ലോകത്തിൻ്റെ വഴികളിൽ കുറേ നാൾ സഞ്ചരിച്ചു. അവിടെ നിന്നെല്ലാം ദൈവം എന്നെ തിരിച്ചു കൊണ്ടുവരും. അപ്പം അത് കുറേ ഒരു നീണ്ട കഥയാണത്. അപ്പോൾ തിരിച്ചു കൊണ്ടുവന്നിട്ടും ഞാൻ കറക്റ്റായിട്ട് പള്ളിയിൽ പോകും, പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും, അത്യാവശ്യം പ്രാർത്ഥിക്കും എന്നല്ലാതെ വേറെ ദൈവമായിട്ട് വലിയ അടുപ്പമൊന്നും ഇല്ലാതെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ പപ്പ മരിച്ച സമയത്ത് ഞാൻ നോക്കുമ്പോഴത്തേക്ക് എൻ്റെ വീട്ടിൽ ഞാൻ വളരെ ലേറ്റായിട്ട് ജനിച്ച ഒരാളാണ്. അപ്പോൾ ലേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ നോർമലി 2 പിള്ളേരൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ ഒരു 5 വയസ്സ്, 6 വയസ്സ്, 7 വയസ്സൊക്കെ ഒരു ഡിഫറൻസ് പിള്ളേർ നിങ്ങൾ കാണും. നിങ്ങൾ പറഞ്ഞ് വിശ്വസിക്കുക, എൻ്റെ സിസ്റ്ററും ഞാനും നമുക്ക് 17 വർഷത്തെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അത്രയും ലേറ്റായിട്ട് ജനിച്ച ഒരാളാണ് ഞാൻ. അപ്പം അങ്ങനെ ഞാൻ എപ്പോഴും എൻ്റെ പപ്പ മരിച്ച സമയത്ത് ഞാൻ ആലോചിക്കുന്നത് എൻ്റെ സിബ്ലിങ്സ് എല്ലാവരുടെയും കല്യാണം കഴിഞ്ഞ് എല്ലാവരും സെറ്റിലായി, ഞാൻ മാത്രമാണ് സ്കൂൾ ടൈം കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഒരിടത്ത് എത്താതെ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിക്കുമായിരുന്നു, ഈ ലേറ്റായിട്ട് ജനിച്ച് ഞാൻ ജനിക്കാണ്ടിരുന്നെങ്കിൽ എൻ്റെ വീട്ടിൽ കറക്റ്റായിരുന്നു. അവർ രണ്ടുപേരുമാണ് എൻ്റെ പപ്പ മരിച്ച സമയത്ത് അവരെല്ലാവരും സെറ്റിലായി, ഞാൻ മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയത്? ഞാൻ വീട്ടിലൊരു അറിയപ്പറ്റുപോലായി പോയല്ലോ കർത്താവ്. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. എന്തോ എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് എന്നെ കുത്തിനോവിച്ചുകൊണ്ടിരുന്നൊരു വേദനയായിരുന്നു. അപ്പം ഞാനിത് ആരോടും ഷെയർ ചെയ്തിട്ടില്ല, ഒരു മനുഷ്യനോട്, എൻ്റെ കൂട്ടുകാരോട് ആരോടും പറഞ്ഞിട്ടില്ല. ഞാൻ രാത്രി കട്ടിൽ കിടന്ന് നല്ല സങ്കടം വരുമ്പോൾ ഞാൻ ദൈവത്തോട് മാത്രം പറഞ്ഞിട്ടുള്ളൊരു വിഷമമായിരുന്നു. അപ്പം ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഇതെല്ലാം കഴിഞ്ഞ് ദൈവം എന്നെ മടക്കി വിളിച്ചുകൊണ്ട് വന്നു. ഞാൻ ദൈവത്തോട് വലിയ അടുപ്പമൊന്നും ഇല്ലാതെ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഒരു കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ഒരു അമ്മയും ഫാമിലി എല്ലാവരും കൂടെ ആലപ്പുഴയ്ക്ക് അടുത്തൊരു സ്ഥലത്ത് പ്രാർത്ഥനയ്ക്ക് പോയി. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് പോയിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീയും പ്രാർത്ഥനയ്ക്ക് കാരണം ഭയങ്കര അനുഗ്രഹമാണ് പ്രാർത്ഥന എന്ന്. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു പ്രാർത്ഥന, ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ വേണമെങ്കിൽ വരാമെന്നാണ്. അപ്പോൾ അതിന് കൂടെ പെട്ടെന്ന് അമ്മ പറഞ്ഞു, ഇവിടെ ഒരു പ്രവാചികയായിട്ടൊരു സഹോദരി ഇവിടെ ഉണ്ട്. ആ സഹോദരിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ആ സഹോദരി കറക്റ്റായിട്ട് വിളിച്ചു പറയും, എന്തെങ്കിലും തിരുത്തേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ ആ സഹോദരി കറക്റ്റായിട്ട് വിളിച്ചു പറയും, അതുകൊണ്ട് നീ എന്തായാലും വരണമെന്ന് പറഞ്ഞു. അതും കൂടെ കേട്ടപ്പോൾ എനിക്ക് പേടിയായി. കാരണം എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത് ഞാൻ ഇനി അവിടെ പോയിട്ട് അവരെല്ലാവരും മുമ്പ് വിളിച്ചു പറയാൻ നാണക്കേടാവും. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ എന്ത് ചെയ്യും എന്നറിയാതെ ഇങ്ങനെ വിഷമിച്ചപ്പോൾ ഞാൻ അമ്മയുടെ പറഞ്ഞു, ഞാൻ വരുന്നില്ല, കോളേജിൽ ഭയങ്കര തിരക്കാണ്, ഇഷ്ടംപോലെ ജോലികളൊക്കെ ഉണ്ട്, നടക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ അവസാനം അമ്മ നിർബന്ധിച്ചിട്ട് പറഞ്ഞു, ഒരു ശനിയാഴ്ച എങ്കിലും നിങ്ങൾ ശനിയാഴ്ച വന്നിട്ട് കാര്യമൊന്നുമില്ല, ഈ സിസ്റ്ററോടെ കാണത്തില്ല, അവർ വെള്ളിയാഴ്ച തന്നെ തിരിച്ച് അവരുടെ നാട്ടിലോട്ട് പോകും, വെള്ളിയാഴ്ച വരാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു വെള്ളിയാഴ്ച ഒരു കാരണവശാലും നടക്കില്ല, കോളേജിൽ ഇഷ്ടംപോലെ പണിയുണ്ട്. പറഞ്ഞ് ശരി ശനിയാഴ്ചയെങ്കിലും നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് ചുമ്മാ അറ്റൻഡ് ചെയ്തിട്ട് പോകുന്നു. അങ്ങനെ ഞാൻ ഈ സിസ്റ്ററിനെ പേടിച്ച് ശനിയാഴ്ച രാവിലെ ഇവിടെ നിന്ന് ബസ് എടുക്കും, അവർ വെള്ളിയാഴ്ച രാത്രിയാണ് തിരിച്ച് നാട്ടിൽ പോകും. അപ്പം ഞാൻ പോകുമ്പോൾ പ്രവചനം പറയാനൊന്നും ആരും അവിടെ ഉണ്ടാകത്തില്ല എന്നുള്ള ധൈര്യത്തിൽ ഞാൻ പോവാം. അങ്ങനെ ഞാൻ ബസ് ഇറങ്ങി അവിടെ ചെന്നപ്പോൾ ഞാൻ ചെന്ന് കയറിയാണ് ഇവരൊക്കെ വെളിയിൽ നിൽപ്പുണ്ട്. അപ്പോൾ ഒരു സിസ്റ്റർ വന്നിട്ട് ഇതാണല്ലേ പ്രദീപ്, അസുഖമായിരിക്കുന്നതൊക്കെ ചോദിച്ചിട്ട് പോയി. ഞാൻ ചോദിച്ചു ഇതാരാ? പറഞ്ഞു ഇതാണോ പ്രവാചകൻ, ഇന്നലെ അവർക്ക് പോകാൻ പറ്റില്ല, വീട്ടിൽ പോകാൻ പറ്റില്ല, എൻ്റെ നെഞ്ചിലൊരു ഇടിവെട്ട് വീണ വരെയായിരുന്നു. അപ്പം ഞാനിങ്ങനെ പേടിച്ചിരിക്കുക. ഞാൻ എന്നിട്ട് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ മിണ്ടാണ്ട് ഒരു മൂലയിൽ ഒതുങ്ങിയിരിക്കുക. അപ്പം ഓരോരുത്തരായിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പാസ്റ്ററും തട്ടിട്ടൊന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ പറഞ്ഞു വേണ്ട കുഴപ്പമില്ല, അത് പറഞ്ഞിട്ടല്ല പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ സഹോദരി പ്രവചിക്കാൻ തുടങ്ങി. പ്രവചിച്ച് എൻ്റെ അടുത്ത് പറയാൻ തുടങ്ങി കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം ഇത് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ല, എൻ്റെ മൈൻഡിൽ കുറേ നാളായിട്ട് ഈ ഒരു വിഷമം കിടപ്പുണ്ടായിരുന്നു, ഞാൻ എൻ്റെ വീട്ടിലൊരു അധികം പറ്റായി പോയോ എന്നൊരു വിഷമം കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ കർത്താവ് ബൈബിളിലുള്ള വചനം തന്നെ എന്നോട് പറഞ്ഞു, എൻ്റെ അടുത്ത് പറഞ്ഞു ഇത്രയേ ഉള്ളൂ, നീ ജനിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ കണ്ടു, നിന്നെ തിരഞ്ഞെടുത്തു, നിന്നെക്കുറിച്ചൊരു പദ്ധതി എനിക്കുണ്ട്, അതുകൊണ്ടാണ് നീ ഭൂമിയിൽ ജനിച്ചത്, അല്ലാതെ വേറെ ആരുടെ ഇഷ്ടത്തിന് അല്ലെങ്കിൽ ഒരിടത്ത് അധികപ്പറ്റായിട്ടല്ല നീ ജനിച്ചത്. അങ്ങനെയാണ് പറഞ്ഞു തുടങ്ങിയത്. അങ്ങനെ പറഞ്ഞു തുടങ്ങി എൻ്റെ ലൈഫിലുണ്ടായിരുന്നു, എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒത്തിരി വിഷമങ്ങൾക്ക് അവർ മറുപടി പറഞ്ഞു. അപ്പം ഞാൻ ഈ ഷെയർ ചെയ്തതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് ആ ഒരു ഇത് കേട്ടപ്പോൾ അത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ ദൈവത്തിന് പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് ആ ഒരു സ്നേഹം ഞാൻ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ അവിടെ ആ സമയത്ത് ഞാൻ വാവിട്ട് കരയാൻ തുടങ്ങി. കാരണം എനിക്കത് താങ്ങാൻ പറ്റുന്നതിൽ അധികമായിരുന്നു ആ ഒരു സ്നേഹം ഞാൻ ആ സമയത്ത് അനുഭവിച്ചത്. അതിനുശേഷം ഞാനവിടുന്ന് ബസ്സിൽ കയറി ഞാൻ വന്നുകൊണ്ടിരിക്കുമ്പോഴേക്കും ആലോചിക്കുമ്പോഴേക്കും എൻ്റെ കണ്ണിൽ കൂടെ വെള്ളം വരുമായിരുന്നു. ഞാനിത് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഇവിടെ നിങ്ങൾ ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ആരെങ്കിലും ഉള്ളിൽ ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടെങ്കിൽ, ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ, എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട്, എൻ്റെ ലൈഫ് എന്തുകൊണ്ട് ഇങ്ങനെ, ഞാനിവിടെ ജീവിക്കുന്നുണ്ട്, എന്തെങ്കിലും ആർക്കെങ്കിലും ഉപയോഗമുണ്ട്, അങ്ങനെ ആർക്കെങ്കിലും ചിന്ത ഉണ്ടെന്നുണ്ടെങ്കിൽ ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അത് ദൈവം വചനത്തിലൂടെ നമുക്ക് ഉറപ്പിച്ചു തന്നു. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ദൈവം അറിയാണ്ടല്ല നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നത്. നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ, നിങ്ങൾ ഈ ഭൂമിയിലായിരിക്കുന്ന ഓരോന്നും ദൈവം അറിഞ്ഞിട്ട് തന്നെയാണ്. ദൈവം നിങ്ങളെക്കുറിച്ചൊരു പദ്ധതി ഉള്ളതുകൊണ്ട് അതിനുവേണ്ടി നിങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്.
അത് എൻ്റെ ജീവിതത്തിൽ ദൈവം ഞാൻ ആ ഒരു സിറ്റുവേഷനിൽ കടന്നുകൊണ്ടായിരിക്കും എൻ്റെ അടുത്ത് വ്യക്തിപരമായി പറഞ്ഞത്. ഇന്ന് ദൈവവചനത്തിലൂടെ നിങ്ങൾക്ക് ഉറപ്പിച്ചു തരികയാണ് ദൈവം നിങ്ങളെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആമേൻ. ഇതേ സിറ്റുവേഷനിലൂടെ കടന്നുപോയ ഒരാളെ കുറിച്ചാണ് ഞാൻ ഇന്ന് വചനത്തിൽ ഞാൻ വളരെ പെട്ടെന്ന് ഷെയർ ചെയ്യാം. ദാവീദിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ദാവീദ് രാജാവ്, ഇസ്രായേലിലെ വളരെ ശക്തനായ ഒരു രാജാവായിരുന്നു ദാവീദ് രാജാവ്. അപ്പോൾ ദാവീദ് രാജാവ് കുറച്ച് നാളിലെടുക്കുകയാണെങ്കിൽ ദാവീദ് രാജാവിൻ്റെ വീട്ടിൽ ദാവീദിന് വലിയ വിലയൊന്നും ഇല്ലായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാവീദിൻ്റെ 7 സഹോദരന്മാർ, മൂത്ത സഹോദരന്മാർ, പുള്ളിയുടെ പപ്പയുടെ ഒരു കോൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 7 സഹോദരന്മാർ എല്ലാവരും നല്ല തടിമിടുക്ക് ഉള്ളവരാണ്, എല്ലാവരും നല്ല ലുക്കൊക്കെ ഉള്ള എൻ്റെ മസ്കുലർ ടൈപ്പ് ടീമുകളാണ്. പുള്ളി മാത്രമാണ് ബൈബിൾ എഴുതിയിട്ടുണ്ട്, ഭയങ്കര എന്താ പറയുക ക്യൂട്ടായിട്ടുള്ള ഒരു പുള്ളിയാണ് ദാവീദ് എന്ന് പറയുന്നത്, ബൈബിൾ എഴുതിയിട്ടുണ്ട്. അപ്പം ഇതുകൊണ്ട് തന്നെ പുള്ളി ഇഷായി ഇതാണ് ദാവീദിൻ്റെ പിതാവിൻ്റെ പേര്. അദ്ദേഹം നോക്കിയപ്പോഴത്തേക്ക് ഈ 7 പേരെയും കൊണ്ടും ഒരു പുറത്തോട്ടൊക്കെ ഇറങ്ങുകയാണെങ്കിൽ, സൊസൈറ്റിയിലോട്ട് ഇറങ്ങിയാൽ എല്ലാവരും ഒന്ന് മാറി നിന്ന് പേടിച്ച്. കാരണം വരുന്ന 7 കടാകടിയന്മാരായ മക്കളുള്ള ഒരു പുള്ളിയാണ് വരുന്നത്. അപ്പോൾ ഒരു പേടിയാണ് എല്ലാവർക്കും. അപ്പം എല്ലാവരും ഒന്ന് പേടിച്ച് മാറി. ദാവീദിനെ കൂടെ കൊണ്ടുപോയാൽ വില കിട്ടത്തില്ല, അന്നത്തെ ഒരു സിസ്റ്റം സെറ്റപ്പ് അങ്ങനെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ദാവീദിനെ പതുക്കെ ആട് മേയ്ക്കാനും എല്ലാ കാര്യങ്ങൾക്കായിട്ട് പുറത്തോട്ടങ്ങ് പറഞ്ഞു വിടും. എന്നിട്ട് ഈ 7 പേരെ വിളിക്കുന്നത്. അപ്പം ദാവീദ് ആ സമയത്ത് കടന്നുപോയ സിറ്റുവേഷൻ നിങ്ങളൊന്ന് ആലോചിക്കുക. കാരണം അവൻ ആ ഒരു പ്രായത്തിൽ വീട്ടിൽ നിന്നുള്ള സ്നേഹമൊന്നും കിട്ടുന്നില്ല, എപ്പോഴും പുറത്തായിരിക്കും. വീട്ടിലാരും സംസാരിക്കാനൊന്നുമില്ല, സഹോദരന്മാർക്ക് വലിയ വിലയില്ല, സ്വന്തം അപ്പനും വിലയില്ല, എപ്പോഴും കാട്ടിൽ ആടുകളുടെ കൂടെ മനുഷ്യരോട് വലിയ സഹവാസമൊന്നും ഇല്ലാതെ തനിച്ച് കഴിയുന്ന ഒരു സമയത്താണ് ദാവീദ് ആ ഒരു പ്രായത്തിൽ, വളരെ ബാല്യത്തിൽ തന്നെ ആ ഒരു സിറ്റുവേഷനിലൂടെ ദാവീദ് കടന്നു പോകുന്നത്. ഇതുപോലൊരു സിറ്റുവേഷൻ നമ്മൾ ബാല്യത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അതായത് നമുക്ക് തൊടുന്ന എല്ലായിടത്തും എന്തെങ്കിലും പ്രശ്നമായിരിക്കും, നമുക്ക് എപ്പോഴും നിരാശയായിരിക്കും, അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് നമുക്കൊരു വില കാണത്തില്ല, അതുപോലെ തന്നെ ചിലപ്പോൾ മറ്റുള്ളവർക്ക് നമ്മളെ വില കാണത്തില്ല. ഇവനെ കൊണ്ട് വലിയ ഉപയോഗമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല എന്നുള്ളതായിരിക്കും പൊതുവെ പലരും നമ്മളെക്കുറിച്ച് പറയുന്നത്, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇതേപോലെ സിറ്റുവേഷനിലൂടെ ദാവീദ് കടന്നു വന്നത്. പക്ഷെ ഒരു പ്രത്യേക ദാവീദിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ആ സമയത്ത് ദാവീദിന് ദൈവത്തോടുള്ള ഒരു ബന്ധം ഉണ്ടായിരുന്നു, ഒരു കിന്നരം ഉണ്ടായിരുന്നു. അത് വെച്ച് ദൈവത്തെ പാടി സ്തുതിക്കും. ആ ഒരു കാര്യം മാത്രം ദാവീദ് മുടങ്ങാതെ ചെയ്തുകൊണ്ടിരുന്നു. ഇതാണ് ദാവീദിന് ഉണ്ടായിരുന്ന ആകപ്പാടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകണമെങ്കിൽ ഞാൻ ദാവീദിന്റെ ജീവിതം 3 ഘട്ടങ്ങളായിട്ട് തിരിക്കുക. ഫസ്റ്റ് ഒരു ഫേസ് ഇതാണെന്ന് വെച്ചാൽ, നിങ്ങൾ എല്ലാവരും നമ്മളും എല്ലാവരും കടന്നു പോകുന്നൊരു കാലഘട്ടമാണിത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം തൊടുന്ന എല്ലാം പ്രശ്നങ്ങളാണ്. എവിടെ പോയാലും നമുക്ക് വിചാരിക്കുന്ന രീതിയിലൊന്നും കാര്യങ്ങൾ നടക്കുന്നില്ല. ഈ ഒരു കാലഘട്ടത്തിൽ ദാവീദ് ചെയ്തത് എന്താണോ അത് തന്നെയാണ് നമുക്കും ചെയ്യാനുള്ളത്. ദൈവത്തോടു കൂടെ അടുത്ത് നിൽക്കുക, ദൈവത്തോട് കൂടുതലായി എടുക്കുക, ദൈവത്തോട് കൂടുതലായി പ്രാർത്ഥിക്കുക. അതിന് എന്താ പറയുക, സഹിഷ്ണുത എന്ന് പറയും ബൈബിളിൽ. നമുക്ക് ദാവീദിന് ആ സമയത്തുണ്ടായ സഹിഷ്ണുത. ദാവീദ് ആരോടും പരാതിപ്പെട്ടില്ല, എൻ്റെ അപ്പൻ ഇങ്ങനെ നോക്കുന്നില്ല എന്ന് പരാതിപ്പെട്ടില്ല, എൻ്റെ സഹോദരന്മാർക്ക് എന്നോടൊരു വിലയില്ലാന്ന് ദാവീദ് ആരുടെ പോയി പരാതി പറഞ്ഞില്ല. ദൈവത്തിനോട് മാത്രമേ ദാവീദ് പറഞ്ഞുള്ളൂ. ദൈവത്തിനോട് ദാവീദ് ദൈവമേ എൻ്റെ ഇടയൻ ആരാ, നീയാണ്. അപ്പനല്ല എന്നെ നോക്കുന്നത്, എൻ്റെ സഹോദരന്മാരല്ല എനിക്ക് വില തരുന്നത്, എനിക്ക് വില തരുന്ന ദൈവമാണ്, എന്നെ നടത്തുന്ന ദൈവമാണ്, എനിക്ക് തരുന്നത് ദൈവമാണ്, എനിക്ക് സമാധാനം, എനിക്ക് സ്വസ്ഥത, ഇതെല്ലാം വരുന്നത് ചുറ്റുപാടുന്നല്ല, എനിക്ക് വരുന്ന മോളിൽ നിന്നാണ്. ഈ ഒരു പ്രത്യാശയോടെ, ആ ഒരു സഹിഷ്ണുതയോടുകൂടെയാണ് ദാവീദ് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇന്ന് നമ്മളും ഈ ഒരു പ്രശ്നത്തിലൂടെ എന്തെങ്കിലും കടന്നു പോകുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും നേരെ പോകുന്നില്ല, നിങ്ങൾക്ക് മൊത്തത്തിൽ പ്രശ്നമാണ്, നിരാശയാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങളും ആ ഒരു മെത്തേഡ് തന്നെ തൽക്കാലം ഫോളോ ചെയ്യുക. സഹിഷ്ണുത പാലിക്കുക. ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതിയിട്ടുള്ള ഒരു പ്രത്യാശയുണ്ട്, ആ പ്രത്യാശയിൽ മുറുകെ പിടിക്കുക, ദൈവത്തോട് കൂടുതൽ എടുക്കുക. ഈ ദാവീദിന്റെ ജീവിതത്തിൽ രണ്ടാമത്തെ ഒരു ഘട്ടത്തിലോട്ട് വരികയാണെങ്കിൽ, ശമൂവേൽ പ്രവാചകൻ ദാവീദിന്റെ വീട്ടിലോട്ട് വന്നു. എന്നിട്ട് ഇശായിയുടെ അടുത്ത് പറഞ്ഞു, നിന്റെ മക്കളെ എല്ലാവരും വിളിക്ക്, അഭിഷേകം ചെയ്യണം, ഒരുത്തരം അഭിഷേകം ചെയ്യണം രാജാവായിട്ട്, വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ വിളിക്കുമ്പോൾ നിങ്ങൾ ആ ബൈബിൾ ആശയം അറിയാം, ശമൂവേൽ വന്നിട്ട് ഇങ്ങനെ നിൽക്കുക. ശമൂവേൽ വന്നിട്ട് നോക്കിയപ്പോഴത്തേക്ക് ആദ്യം മൂത്ത മോനെ കൊണ്ടുവന്നു. ശമൂവേൽ പറഞ്ഞാൽ അതാ അഭിഷിക്തൻ വന്നു തന്നെ എഴുന്നേറ്റപ്പോൾ ദൈവം തട്ടി വിളിച്ചിട്ട് പറഞ്ഞു, പുള്ളിയല്ല, നിങ്ങൾ നോക്കുന്നത് എങ്ങനെ, നിങ്ങൾ കണ്ണിന് കാണുന്ന പോലെ നോക്കുന്നത്, പുള്ളിക്ക് നല്ല സൈസും പൊക്കമൊക്കെ ഉണ്ട്, രാജാവാനുള്ള എല്ലാ ക്വാളിറ്റീസും പുള്ളിക്കുണ്ട്. പക്ഷെ ദൈവം പറഞ്ഞു, പുള്ളിയല്ല, ഞാൻ നോക്കുന്നത് നിങ്ങൾ നോക്കുന്ന പോലെ കണ്ണിന് കാണുന്നതല്ല നോക്കുന്നത്, ഞാൻ നോക്കുന്നത് ഹൃദയത്തെയാണ് നോക്കുന്നത്, അതുകൊണ്ട് പുള്ളിയല്ല, മാറ്റി നിർത്താൻ പറഞ്ഞു. അങ്ങനെ 7 പേരെയും കൊണ്ടുവന്നപ്പോൾ ദൈവം പറഞ്ഞു, ഇവരാരുമല്ല എന്ന് പറഞ്ഞു. അപ്പോഴേ ശമൂവേൽ ചോദിച്ചു, പിന്നെ ഇനി നിങ്ങൾ ആരെങ്കിലും ബാക്കിയാണോ ചോദിച്ചപ്പോൾ ഒരുത്തൻ കാട്ടിലുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ദാവീദിനെ ആളയച്ച് വിളിപ്പിച്ചു. ഈ കഥയൊക്കെ നിങ്ങൾക്കറിയാം. ആളയച്ച് വിളിപ്പിച്ചു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, ദാവീദിന്റെ വീട്ടിൽ, നിങ്ങളാണ് ആ ദാവീദിന്റെ സ്ഥാനത്ത്, നിങ്ങളുടെ വീട്ടിലൊരു ഫംഗ്ഷൻ നടന്നു, വലിയൊരു ഫംഗ്ഷനായി. ശമൂവേൽ പ്രവാചകൻ ഒരു ഫംഗ്ഷനായിട്ട്, ഒരു യാഗത്തിന് വേണ്ടി വിളിക്കാൻ തന്നെ അന്നത്തെ സമയത്ത് വലിയൊരു സംഭവം. അപ്പം നിങ്ങളുടെ വീട്ടിൽ വലിയൊരു ഫംഗ്ഷൻ നടക്കും. അപ്പം നിങ്ങളുടെ വീട്ടിലുള്ള ഒരാൾ പറയണം, നിങ്ങൾ ഇവിടെ നിൽക്കുക, ഒരു കാര്യം പുറത്ത് പോയിട്ട് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അങ്ങനെ നിങ്ങളെ ഈ വീട്ടുപണിക്ക് എല്ലായിട്ട് ഓട്ടിക്കാൻ, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പറഞ്ഞു വിട്ടെന്ന് വെച്ചോ. എന്നിട്ട് ഈ ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നിന്നെ കൊണ്ട് അവിടെ നിന്ന് ആവശ്യമുണ്ടെന്ന് നിങ്ങൾ എന്താ പറയും, എനിക്കവിടെ പണിയുണ്ട്, എനിക്ക് എന്നെ ഇവിടെ അവിടെ നടന്നപ്പോഴത്തേക്ക് വീട്ടിലെല്ലാവരും വെൽ ഡ്രസ്ഡ് ആയിട്ട് എല്ലാവരും മെയിൻ പൊസിഷനിൽ അവിടെ ഉണ്ട്, എന്നെ മാത്രം കാട്ടിൽ ആടിനെ മേയ്ക്കാൻ വിട്ടിട്ട് ഇപ്പൊ പെട്ടെന്ന് വന്നിട്ട് വരാൻ പറഞ്ഞു. നമുക്കാണെങ്കിൽ ദേഷ്യം വരത്തില്ലേ? നമുക്കാണെങ്കിൽ ഉറപ്പായിട്ട് ദേഷ്യം വരും. ദാവീദ് ആ സമയത്തും ദേഷ്യപ്പെട്ടതായിട്ട് ബൈബിളിൽ പറഞ്ഞിട്ടില്ല. ദാവീദ് എന്ത് ചെയ്തു? പെട്ടെന്ന് തന്നെ തിരിച്ചു ഓടി വന്നു. കാരണം ശമൂവേൽ എന്താ പറഞ്ഞ്, അവൻ വരാതെ ഞങ്ങളാരും കഴിക്കാനിരിക്കത്തില്ല, അപ്പൊ അവൻ വന്നാലേ കഴിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ദാവീദ് പെട്ടെന്ന് ഓടി വന്നു.
ഈ ഒരു ആറ്റിറ്റ്യൂഡ് ദൈവം നമ്മളിൽ നിന്നും പല സമയത്ത് എക്സ്പെക്ട് ചെയ്യുന്നു. സബ്മിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു താഴ്മ. നമ്മൾ മറ്റുള്ളവരോട് ചില സമയങ്ങളിൽ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടി, കാരണം ദാവീദിനോട് വിളിക്കുന്ന എന്തിനാണ്? അവൻ്റെ പുറത്തൊരു അഭിഷേകം പകരാൻ വേണ്ടിയാണ്. അവൻ്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിന് തുടക്കം കുറിക്കാനാണ് ദാവീദിനെ ദൈവം വിളിക്കുന്നത്. ആ സമയത്തിൽ ദൈവം അവനിൽ നിന്ന് പ്രതീക്ഷിച്ച എന്താണോ അത് തന്നെയാണ് ദാവീദ് തിരിച്ചു കൊടുത്തത്. എന്താണ്? താഴ്മ, സബ്മിഷൻ. പിതാവ് വിളിച്ചപ്പോഴത്തേക്ക് എൻ്റെ അപ്പൻ എന്നോട് എന്ത് ചെയ്താലും എനിക്ക് കുഴപ്പമില്ല, എൻ്റെ സഹോദരന്മാർ എന്നെ എങ്ങനെ കാണുന്നു എന്നുള്ളത് എനിക്ക് പ്രശ്നമല്ല. പക്ഷേ അപ്പനെന്നുള്ള ആ ഒരു അതോറിറ്റിക്ക് ദാവീദ് കീഴടങ്ങി കൊടുത്തു. ദാവീദ് പറഞ്ഞ് ഞാൻ വരാം. ഓടി വന്നപ്പോഴത്തേക്ക് ശമൂൽ അവനെ അഭിഷേകം ചെയ്തു. അവിടെയും ദാവീദ് എന്താ കാണിച്ചത്? സബ്മിഷൻ. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ദൈവത്തിന് അടുത്തൊരു പടിയിലേക്ക് നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ, അനുഗ്രഹിക്കുന്നതിന് മുമ്പ് ദൈവം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഒരു താഴ്മ, ഒരു സബ്മിഷൻ. അത് ചിലപ്പോൾ ദൈവത്തോട് മാത്രം ആയിരിക്കത്തില്ല. ദൈവത്തോട് നമ്മളിപ്പോൾ പറയും, ദൈവം ഞാൻ ദൈവസന്നിധിയിൽ താഴ്ന്നായിരിക്കുന്നത്, ദൈവസന്നിധിയിൽ എനിക്ക് വലിയ സബ്മിഷൻ ഉണ്ടെന്ന് പറയാം. ചിലപ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന ആരെന്ന് പറയാം, നമ്മൾ ഒട്ടും ഇഷ്ടപ്പെടാത്ത ആൾക്കാരുടെ അടുത്തായിരിക്കും. നമ്മുടെ ഓഫീസിലെ ബോസ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ് ആയിരിക്കും, നമ്മുടെ നെയ്ബേഴ്സ് ആയിരിക്കാം. അവരുടെ അടുത്തായിരിക്കും ചിലപ്പോൾ നമ്മൾ ദൈവം പറയുന്നത്, നീ ഒന്ന് താന്നു കൊടുക്കുക, അവിടെ നീ അവരുടെ അടുത്തൊന്ന് ക്രമപ്പെടും എന്ന് ദൈവം നമ്മോട് പറയുന്നത്. നമുക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് അത്രയ്ക്ക് സുഖിക്കുന്നൊരു സംഭവമല്ല. പക്ഷേ ദൈവം അത് നമ്മളിൽ പകരാനുള്ള ഒരു അഭിഷേകത്തിന് തടസ്സമായിട്ട് ഇത് നിൽക്കുന്നുണ്ടാണ് ദൈവം ഇത് ചൂണ്ടിക്കാണിച്ചു തരുന്നത്. ആ ഒരു അഭിഷേകം വരണമെങ്കിൽ ഈ ഒരു തടസ്സം, ഈ ഒരു ബ്ലോക്ക് അങ്ങോട്ട് മാറണം. ഇത് ബ്ലോക്ക് മാറുമ്പോഴത്തേക്ക് അഭിഷേകം നമ്മുടെ ഉള്ളിലേക്ക് വരും. അഭിഷേകം നമ്മളെ പല ലെവലുകളിലേക്ക് അടുത്ത കൊണ്ടുപോകുന്നത് ദാവീദിന്റെ ജീവിതം നോക്കിയാൽ അറിയാം. അങ്ങനെ 2 ലെവലുകളും ദാവീദിന്റെ ജീവിതത്തിൽ കണ്ടു. ആദ്യത്തെ ലെവലിൽ ദാവീദ് എന്തായിരുന്നു? സഹിഷ്ണുതയോടെ നിന്നു. 2ാമത്തെ ലെവലിൽ അവൻ താഴ്മയോടെ നിന്നു. 3ാമത്തെ ലെവലിൽ അഭിഷേകം കഴിഞ്ഞ അടുത്തൊരു ലെവലായിരുന്നു. അഭിഷേകം കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ദാവീദ് എന്താ ചെയ്ത? അഭിഷേകമായി, നീ രാജാവായി അല്ലേ? ദാവീദ് രാജാവിനായിട്ട് അഭിഷേകം കിട്ടി. ദാവീദ് നേരെ കൊട്ടാരത്തിൽ പോയി എന്നാണ് ബൈബിൾ പറയുന്നത്. ദാവീദ് തിരിച്ചെവിടെ തന്നെയാണ് പോയത്? ആടിനെ മേയ്ക്കാൻ തന്നെയാണ് പോയത്. ആടിനെ മേയ്ക്കാൻ പോയി. അവിടെ അവൻ വിശ്വസ്തനായിരുന്നു. അതിനുശേഷം ശൗല് വിളിച്ചു പറഞ്ഞു, ശൗലിന് ഈ ദുരാത്മാവ് ബാധിക്കുമ്പോഴത്തേക്ക് അവിടെ കിങ്ഡം വായിക്കാൻ പറഞ്ഞു. അങ്ങനെ വിളിക്കാൻ പോകുമ്പോഴത്തേക്ക് ദാവീദ് അവിടെയും വിശ്വസ്തനായിരുന്നു. അപ്പോഴത്തേക്ക് ദാവീദ് ആട്ടിടയന്റെ ജോലി വിട്ടില്ല. കാരണം അതിനിടയിൽ അവൻ സമയം കിട്ടുമ്പോഴത്തേക്ക് അപ്പൻ ഏൽപ്പിച്ചൊരു ജോലി ഉണ്ടായിരുന്നു, ആടിനെ മേയ്ക്കുന്നത്. അത് നമ്മൾ വീണ്ടും വായിക്കാൻ പറയാം. കാരണം ഈ യുദ്ധത്തിന് പിന്നീട് ഗോലിയാത്തിനെ കൊല്ലാൻ പോകുന്ന സമയത്ത് എങ്ങനെ അവിടെ എത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആടിനെ മേയ്ക്കാൻ പോകുന്ന വഴിക്കാണ് ഇതും കാണുന്നത്. അപ്പം അപ്പോഴും ദാവീദ് എന്താ ചെയ്യുന്നത്? ആടിനെ മേയ്ക്കാൻ അപ്പൻ എനിക്കൊരു ജോലി തന്നിട്ടുണ്ടായിരുന്നു. ആ ജോലി അപ്പോഴും ദാവീദ് വിശ്വസ്തയോടെ ചെയ്തുകൊണ്ടിരുന്നു. ഇതിനിടയിൽ ദാവീദിനെ പിടിച്ച് പിന്നെ ശൗൽ എന്തായി? പടജനത്തിന് നേതാവാക്കി. അപ്പോഴും അവിടെ എന്തായിരുന്നു? ദാവീദ് വിശ്വസ്തയോടെ നിന്നു. അല്ലാതെ ദാവീദിന് സ്വന്തം ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഞാൻ രാജാവാകാൻ പോകുന്നതായിട്ട് ഒരിടത്തും നമ്മൾ ബൈബിളിൽ കാണുന്നില്ല അല്ലേ? ദാവീദ് ഒരിടത്തും സ്വന്തം ഇനിഷ്യേറ്റീവിൽ എനിക്ക് അഭിഷേകം കിട്ടിയിട്ടുണ്ട്, ദൈവം എന്നെ വിളിച്ചെന്തിനാണ്? രാജാവായിട്ടിരിക്കാനാണ് ദൈവം എന്നെ വിളിച്ചത്, ഞാൻ ഇസ്രായേലിലെ രാജാവായി തീരേണ്ടവനാണ്. പക്ഷെ ദാവീദ് സ്വന്തം ഇനിഷ്യേറ്റീവ് എന്തെങ്കിലും ചെയ്തായിരുന്നു? ഒന്നും ചെയ്തില്ല. ദാവീദ് സ്വന്തമായിട്ട് ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ടില്ല അതിനകത്ത്. ദാവീദ് വെയിറ്റ് ചെയ്തു, ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തു. ഇന്ന് ഈ 2 സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുള്ള ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി ദയവായി വെയിറ്റ് ചെയ്യുക. ദൈവം നിങ്ങളെ ഉയർത്തും എന്നൊരു വാഗ്ദത്തം നിങ്ങളുടെ ജീവിതത്തിൽ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ ഉറപ്പായിട്ട് ഉയർത്തിയിരിക്കും. ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിലെ അനുഗ്രഹം തരണമെന്നുണ്ടെങ്കിൽ ദൈവം ഉറപ്പായിട്ട് തന്നിരിക്കും. അതിന് ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങൾ താഴ്മയോടെ കാത്തിരിക്കുക, നിങ്ങൾ വിശ്വസ്തയോടെ കാത്തിരിക്കുക. നിങ്ങൾ എന്താണോ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങളെ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ എന്താണോ, അല്ലെങ്കിൽ ദൈവം നിങ്ങളെ ഏൽപ്പിച്ച ദൗത്യം എന്താണോ, ഒരു കുടുംബത്തിലാണെങ്കിൽ, ഒരു മകൻ എന്നുള്ള നിലയിൽ, ഒരു ഭർത്താവ് എന്ന നിലയിൽ, ഭാര്യ എന്ന നിലയിൽ, എന്ത് നിലയിലായിക്കോട്ടെ, അല്ലെങ്കിൽ നല്ലൊരു അയൽക്കാരൻ എന്നുള്ള നിലയിലായിക്കോട്ടെ, നല്ലൊരു ജോലിയിലായിക്കോട്ടെ, എവിടാണെങ്കിലും നിങ്ങളെ ഏൽപ്പിച്ച കാര്യങ്ങൾ വിശ്വസ്തയോടുകൂടെ ചെയ്യുക. കാരണം അപ്പോഴേ ദൈവത്തിന് നിങ്ങളെ അനുഗ്രഹിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു അഭിഷേകം പ്രവർത്തിക്കുന്നെങ്കിൽ നമ്മൾ വേണ്ടതെന്ന് വെച്ചാൽ ഈ 3 കാര്യങ്ങളാണ്. ഒന്ന്, സഹിഷ്ണുത. ദൈവസന്നിധിയിൽ നമുക്കൊരു സഹിഷ്ണുത വേണം. നമ്മുടെ ചുറ്റുമുള്ള നമ്മൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ അത് താഴ്മയോടുകൂടെ ക്ഷമിച്ച് അത് മുന്നോട്ട് പോകാനുള്ളൊരു സഹിഷ്ണുത വേണം. 2, ദൈവം മറ്റുള്ളവരോടും ദൈവസന്നിധിയിലും നമുക്കൊരു താഴ്മ വേണം. നമ്മളെ ആക്കിയിരിക്കുന്ന അതോറിറ്റിക്ക് കീഴ്പ്പെട്ട് നമ്മൾ താഴ്മയോടുകൂടെ ഇരിക്കണം. 3ാമത് വേണ്ടത്, നമ്മളെ ദൈവം ഉയർത്തുമ്പോൾ അവിടെ വിശ്വസ്തയായിരിക്കണം. ദാവീദ് രാജാവായപ്പോൾ പോലും ഒരിക്കലും ദാവീദ് അതിനെ അഹങ്കരിച്ചതായിട്ട് നമ്മൾ കാണുന്നില്ല. ദാവീദ് അപ്പോഴും പെട്ടെന്ന് കൊണ്ടുവന്നപ്പോഴും പണ്ട് ആട്ടിടാനായിരുന്നപ്പോൾ എങ്ങനെ ദാവീദ് ബിഹേവ് ചെയ്തോ അതുപോലെ തന്നെ ദാവീദ് ബിഹേവ് ചെയ്തു. അത് അവൻ്റെ ദൈവസന്നിധിയിലുള്ള വിശ്വസ്തതയാണ് കാണിക്കുന്നത്. അതുപോലെ മനുഷ്യരോടും ആ ദാവീദ് വിശ്വസ്തനായിരുന്നു. അവൻ്റെ കുടുംബക്കാരോട് അവസാനം വരെയും ദാവീദ് വിശ്വസ്തനായിരുന്നു. അതുകൊണ്ട് ദാവീദിനോട് ദൈവം പറയും, നിന്റെ രാജ്യത്ത് ഒരിക്കലും അവസാനിക്കാൻ പോകുന്നില്ല, അതിന് കാലാകാലങ്ങളോളം കർത്താവ് വരുമ്പോൾ ആ രാജ്യത്ത് സ്ഥിരമായിരിക്കും. എന്നെനിക്ക് നിങ്ങളോടും പറയാനുള്ളത് ഇത്രയും എൻ്റെ വളരെ ചെറിയൊരു സന്ദേശം ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ എല്ലാവരും ഈ 3 സിറ്റുവേഷനിലൂടെ ഏതെങ്കിലും ഒരെണ്ണത്തിലൂടെ കടന്നു പോകുന്നവരായിരിക്കും. ലൈഫിലൊരു 3 സിറ്റുവേഷനായിട്ട് നിങ്ങളിതിനെ കണ്ടോളൂ. നിങ്ങളിപ്പോൾ ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യത്തെ സിറ്റുവേഷനിലാണ്. ദാവീദ് എങ്ങനെയാണോ ആദ്യം കടന്നു പോയത് ആ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ. ഈ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് വേണ്ട സഹിഷ്ണുതയാണ്. നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് താങ്ങുവാനുള്ളത്, അതെങ്ങനെ ഓവർകം ചെയ്യാനുള്ള സഹിഷ്ണുത, അത് ദൈവത്തോട് ചോദിച്ച് വാങ്ങിക്കുക. കാരണം അത് ദൈവം നിങ്ങളെ ഉറപ്പായിട്ട് അതിലൂടെ കടത്തിവിടും. കാരണം ഇതിലൂടെ ദൈവത്തിന് നിങ്ങളോട് പറയുവാൻ ചിലതുണ്ട്, നിങ്ങളെ പഠിപ്പിക്കാൻ ചിലതുണ്ട്. കാരണം നിങ്ങൾ അടുത്തൊരു തലത്തിൽ നിങ്ങളെ ഉപയോഗിക്കണമെങ്കിൽ ഇവിടെ കൂടെ നിങ്ങളൊന്ന് കടന്നു പോയേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ദൈവം നിങ്ങളൊന്ന് കടത്തി വിടുന്നത്. അപ്പോൾ സഹിഷ്ണുതയോടെ ദൈവത്തിനോട് അത് ചോദിക്കാം. ഇനി അടുത്തൊരു ലെവലിലാണ് ചിലപ്പോൾ ദൈവം നിങ്ങളോട് ചിലപ്പോൾ ചില കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കാം. ഇന്ന
ഏരിയകളിൽ നിങ്ങളൊന്ന് ക്രമപ്പെടണം, ചിലയിടങ്ങളിൽ നിങ്ങളൊന്ന് താഴ്ന്നു കൊടുക്കണം, ചിലരോട് നിങ്ങളൊന്ന് മാനസാന്തരപ്പെടണം, ചിലരോടൊന്ന് പോയി ക്ഷമ പറയണം. ഇതെന്തെങ്കിലും ദൈവം നിങ്ങളോട് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടാമത്തെ സ്റ്റേജിലാണ്. ദൈവം നിങ്ങളുടെ ഉള്ളിലൊരു അഭിഷേകം പകരാനായിട്ട് തുടങ്ങുകയാണ്. അതിനുള്ള തടസ്സങ്ങളാണ് ദൈവം മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾ ആ സമയത്ത് നിങ്ങളൊരു താഴ്മ, നിങ്ങൾ ദൈവത്തോട് സബ്മിഷൻ കാണിക്കുക. ആ സബ്മിഷനാണ് ദൈവം ഈ സമയത്ത് നിങ്ങളൊന്ന് ആഗ്രഹിക്കുന്നത്. ഈ 2 സ്റ്റേജും കഴിഞ്ഞ് ആരെങ്കിലും നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത് വിശ്വസ്തതയാണ്. നിങ്ങൾ ഏത് ജോലിയിലാണോ ദൈവം ഇപ്പോൾ ആക്കിയിരിക്കുന്നത് അവിടെ വിശ്വസ്തതയോടുകൂടെ കണ്ടിന്യൂ ചെയ്യുക. ദൈവം നിങ്ങളെ ഉയർത്താനുള്ള സമയം ഏറ്റവും അടുത്തിരിക്കുന്നു. അത് ഉടനെ തന്നെ ദൈവം ചെയ്യും. പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ആ ഒരു വിശ്വസ്തത ദൈവം എക്സ്പെക്ട് ചെയ്യുന്നു. അതിലൂടെയാണ് ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ കഴിയുക. ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ ഒരു 3 സിറ്റുവേഷനിലൂടെ ആയിരിക്കും നമ്മൾ എല്ലാവരും കടന്നു വരുന്നത്. ഏതെങ്കിലും ഒരു ഭാഗത്തായിരിക്കും നമ്മൾ നിൽക്കുക. ഒന്നുകിൽ ഒരു പ്രതീക്ഷയില്ലാത്തൊരു സ്ഥലത്ത്, അല്ലെന്നുണ്ടെങ്കിൽ ദൈവം നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം കടന്ന് നമ്മളിന്ന് റിക്കവറായി ഒന്ന് നിൽക്കുന്ന ഒരു സമയത്തായിരിക്കും. ഈ 3 സിറ്റുവേഷനിൽ ദാവീദിന്റെ ജീവിതത്തിൽ നമുക്ക് പറയാനുള്ളതാണ്: ദൈവത്തോടുള്ള ബന്ധം മുറുകെ പിടിക്കുക, ദൈവത്തിൽ നിന്ന് വിട്ടുമാറാതിരിക്കുക. ഇത് തന്നെയാണ് എനിക്ക് നിങ്ങളോടൊന്ന് പറയാനുള്ളത്. ഇന്നിവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും നിങ്ങളൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നം കാണും, ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കുക. ദൈവം അതിന് വഴി തന്നു, ദൈവം അതിന് വിടുതലയക്കും. ദൈവം വിശ്വസ്തനാണ്. ആമേൻ.